ആ സമയത്ത് CA കോഴ്സിന് പ്രണയിക്കുക, അതിനുശേഷം CA പ്രണയിക്കുക, അതിനുശേഷം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പ്രണയിക്കുക, CA അല്ലെങ്കിൽ CA ആകാൻ പോകുന്ന ആൾക്കാരെ പ്രണയിക്കുക. അന്നത്തെ ദിവസം വീട്ടിൽ വളരെ സന്തോഷമായിരുന്നു. അവർ അഭിമാനത്തോടു കൂടി നാട്ടുകാരോടൊക്കെ സംസാരിക്കുകയല്ലേ. അച്ഛൻ്റെ സുഹൃത്തുക്കൾക്ക് ലഡുവൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. അതൊന്നും നമ്മൾ മരണം വരെ മറക്കില്ലല്ലോ, അല്ലെങ്കിൽ വല്ല അൽഷിമസും വരണം, എങ്കിലും മറക്കില്ലെന്ന് തോന്നുന്നു. ആ ദിവസം നമ്മൾ മറക്കില്ല എന്നുള്ളതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ എൻ്റെ കൂട്ടുകാരന്മാരോട് ഉറപ്പിച്ച് പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകില്ല, ഞാനിനി പോത്തേ ഇല്ല, എനിക്ക് അത്രത്തോളം അനുഭവിച്ച ആളാണ് ഞാനെന്ന് പറഞ്ഞു. ചില ദിവസങ്ങളിലൊക്കെ സത്യമായിട്ട് പറയുന്നത് 10 കിലോമീറ്ററൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്. ആ വിഷമം കൊണ്ടാണ്. അതിന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നോ പറയാൻ ആരോടും ഈ പറയാനുള്ള ഒരു കഴിവ് ആദ്യമേ ഇല്ല. ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണല്ലേ. പഠിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്, തോറ്റ് നിൽക്കുന്ന ഒരു പീരീഡ്. ഞാൻ ടീച്ചിങ് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഒരല്പമെങ്കിലും ഇതുപോലെ പബ്ലിക്കായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. അന്ന് വരെ ഞാൻ പബ്ലിക്കായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് വേറെ യാതൊരു തരത്തിലുള്ള സ്കില്ലും ഇല്ല. ദ ബെസ്റ്റ് അഡ്വൈസ് കംസ് ഫ്രം ദോസ് ഹു ഹാവ് ലിവ്ഡ് ഇറ്റ് എന്ന് പറയാറുണ്ട്. നമുക്കൊരു കാര്യത്തിൽ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ തരാൻ ഏറ്റവും യോജിച്ച ആൾക്കാരെന്ന് പറയുന്നത് ആ കാര്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണ് അല്ലേ. ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചും ചാർട്ടേഡ് അക്കൗണ്ടിന് ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ടുള്ള IIIലെ ഫാക്കൽറ്റി ആയിട്ടുള്ള നമ്മുടെ അരവിന്ദ് സാറാണ്. അപ്പോൾ അരവിന്ദ് സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം, ഒപ്പം കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഡെഫിനറ്റ്ലി ഈ ഒരു എപ്പിസോഡ് CA സ്വപ്നം കാണുന്ന ആളുകൾ ഒരിക്കലും മിസ്സാക്കരുതാത്ത, നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം അരവിന്ദ് സാർ. വെൽക്കം സാർ. ഓക്കെ സാറേ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വെബിനാർസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്, കോഴ്സിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ എക്സാം പാറ്റേണൊക്കെ. അപ്പം അൾട്ടിമേറ്റ്ലി കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഈ എക്സാമിനെ ഫേസ് ചെയ്തത്, നിങ്ങൾ കടന്നുപോയ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നാ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ കേട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിലുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ലൈക്ക് ദിസ്. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം എന്ന് തീരുമാനിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും, പല ഫാക്ടേഴ്സ് ഉണ്ടാവും. സാർ ആ ഡിസിഷൻ എടുക്കുന്നത് എന്തൊക്കെ കാരണങ്ങളുടെ പുറത്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളുടെ പുറത്താവണം ഒരാൾ CA ആവാൻ ആഗ്രഹിക്കേണ്ടത്? അങ്ങനെ ഉണ്ടല്ലോ, വൈ ഷുഡ് വൺ ബിക്കം എ CA എന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഉത്തരം? ഞാൻ CA കോഴ്സിലേക്ക് വന്നത് ശരിക്കും ഒരു അബദ്ധത്തിലൂടെ വന്നു പോയതാണ്. ഞാൻ ശരിക്കും CA ആവണമെന്ന് ആഗ്രഹിച്ച് ഇരുന്ന ഒരാളല്ല. ഞാൻ ഡിഗ്രി ലെവലിലൊക്കെ അത്യാവശ്യം പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന ആളാകുമ്പോൾ സ്വാഭാവികമായി അധ്യാപകർക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ കുട്ടികളോട്. അപ്പോൾ എൻ്റെ അധ്യാപകർ, നല്ല കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറയും, ഇങ്ങനെ നീ CA ആവണം, നിനക്ക് CA പഠിക്കാൻ പറ്റും, കാരണം BComനൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ CAക്ക് പോകണം എന്ന് പറഞ്ഞു. പക്ഷേ CA എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടല്ലോ, ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, ഇത് CA ആകാൻ കഴിയില്ല എന്നുള്ള. അതുകൊണ്ട് എനിക്കും സ്വാഭാവികമായി അന്ന് തോന്നി. ക്ലാസ്സിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ എനിക്ക് മാർക്ക് കൂടുതലാണെങ്കിലും നമുക്ക് നമ്മളെ പറ്റിയൊരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല ഞാൻ CA ആകുമെന്നൊരു ധാരണയില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ CS പഠിക്കാനാണ് തീരുമാനിച്ചത്. കമ്പനി സെക്രട്ടറി ആവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ കമ്പനി സെക്രട്ടറി ആകാൻ ആഗ്രഹിച്ചു. ഞാൻ തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ട്രിവാൻഡ്രത്ത് ചാപ്റ്റർ ഉണ്ട് CS-ൻ്റെ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി അന്വേഷിച്ചു, CS-ൻ്റെ കോഴ്സ് എത്ര കാലം എടുക്കും, അതിൻ്റെ കോസ്റ്റ് എത്ര വരും, പഠിക്കാൻ എത്ര രൂപയാകും, സാമ്പത്തികം എല്ലാം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അപ്പോൾ എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കോഴ്സാണ്, അഫോർഡബിൾ ആണ്. പിന്നെ എനിക്ക് തിയറിയൊക്കെ പഠിക്കാൻ ആഗ്രഹമായതുകൊണ്ട് എല്ലാം കൊണ്ടും സെറ്റായിരിക്കുന്ന ഒരു സമയം ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ശരിക്കും അദ്ദേഹം കാരണമാണ് ഞാൻ CAയിലോട്ട് വരുന്നത്. അവനാണ് ഇതിനകത്ത് എന്നെ പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, രോഹിത് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അപ്പോൾ നമ്മളെല്ലാവരും ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണം. അപ്പോൾ 21 വയസ്സ്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാനിങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറി. അപ്പോൾ അദ്ദേഹം സ്റ്റൈപ്പൻഡ് തരും, മാസം 1000 രൂപ തരും. അപ്പോൾ നമുക്ക് 21 വയസ്സ് വിദ്യാർത്ഥിയാണല്ലോ, അപ്പോൾ നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടിയാകുമ്പോൾ സന്തോഷമാണ്. അന്നത്തെ കാലത്ത് 1000 രൂപ, അന്ന് 1000. അന്ന് എന്ന് പറയുമ്പോൾ ഇത് 2006 ആണ്. ഞാൻ ഡിഗ്രി കഴിയുന്ന സമയം 2006 ഇത്. അപ്പോൾ 1000 രൂപ എന്ന് തരും. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എന്നെ അവിടെ ആക്കിയിട്ട് പോയി.
ഇവൻ വേറൊരു സുഹൃത്ത് അവനെ അവിടെ ആക്കിയിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ CA എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കൂടെ ഇനിഷ്യൽ കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് പ്രാക്ടീസിങ് CAയുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം ഒരു അധ്യാപകനല്ല, ഈസ് എ പ്രാക്ടീസിങ് CA. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് പ്രഷർ അതെല്ലാം അവർ നമ്മുടെ നിന്നുള്ള ചെറിയ മിസ്റ്റേക്ക് പോലും സഹിക്കണമെന്നില്ല, നമ്മളങ്ങ് വല്ലാണ്ട് ഫയർ ചെയ്യും. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോഴാണ് ഇവനെ കാണാനില്ല, ഇവൻ പോയി, പണി ലിറ്ററലി പണി തന്നുപോയി. പിന്നെ എനിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു നോ പറയേണ്ട സാഹചര്യങ്ങൾ നമ്മൾ പറയുമല്ലോ, എല്ലായിടത്തും നോ പറയേണ്ടടുത്ത് നോ പറയണം. എനിക്കത് പറ്റില്ല. ഇപ്പോഴാണ് അത് മാറി മാറി വരുന്നത്, കാലങ്ങൾ കൊണ്ടാണ്, നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ് പലതും ആവുന്നത്. അപ്പോൾ ഞാനവിടെ കയറി, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ തെറി കേൾക്കുന്നുണ്ട്, വഴക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ മനസ്സങ്ങ് മടുത്തു. എനിക്ക് ഇതിനിടയ്ക്ക് ഓഫീസിലും പോകണം, CS തുടങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം പുള്ളി എന്നെ ഇങ്ങനെ വിളിച്ചു, എന്നെ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരുന്ന് ഈ CS ഏതാണ്ട് പോയെന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ വല്ല ഗവൺമെൻറ് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. ഒരു കോമ്പറ്റീഷൻ സക്സസ് എന്നൊരു ബുക്കുണ്ട്, മറ്റേ SSC UPSC എക്സാം ഒക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ അത് എടുത്തിങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പുള്ളി എവിടെ നിന്നോ കണ്ടു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എന്തിനാ ബുക്ക് വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല സാർ, ഞാനത് കൊണ്ട് നടക്കുന്നതാണ് എൻ്റെ കൂടെ, അല്ല പരീക്ഷയ്ക്ക് വരുമ്പോൾ. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് CA ആയിക്കൂടാ, CAക്ക് ജോയിൻ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു ആവാ സാർ. അപ്പോൾ എൻ്റെ മനസ്സിൽ CA ആവണമെന്ന് ഒരു ധാരണയില്ല. പക്ഷേ പുള്ളി ഇങ്ങനെ എന്നോട് CA ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു CA ആവാം സാർ, ജോയിൻ ചെയ്യാം സാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും CAയിലോട്ട്, അല്ലാതെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഈ കോഴ്സിലോട്ട് വരണമെന്നുള്ളത്. പിന്നെ ഞാൻ അപ്പോൾ തന്നെ CA സാർ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം ചെയ്തു തരാം. പുള്ളിക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ട്, കാരണം പുള്ളിക്ക് അറിയാം ഞാനൊരു പാവമാണ്, പുള്ളി പറയുന്നതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ പുള്ളി അത് പുറത്ത് കാണിക്കില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞാനത് പോയി. അങ്ങനെയാണ് ഞാൻ CAയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. 2006 ഞാൻ CAക്ക് ജോയിൻ ചെയ്യുന്നത്. കുറേ ഇതിനാണ് കഷ്ടപ്പാടെന്ന് പറയാൻ പാടില്ല. പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കഷ്ടപ്പാടുള്ള കാര്യമല്ല. CA എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിജയവും പരാജയവും എല്ലാം നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് എനിക്ക് റെഡിയായി വരാൻ കുറേ കാലം എടുത്തു. CA ആവാൻ ഈ ഒരു CA എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാൻ വേണ്ടി സമയമെടുത്തു. അതുകൊണ്ട് എനിക്ക് റിസൾട്ടും അതിനനുസരിച്ച് താമസിച്ചു. 6 വർഷം എടുത്തു. 2006 ഞാൻ CA സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റർമീഡിയറ്റ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. പക്ഷേ ഫൈനലൊക്കെ നമുക്ക് ഒരുപാട് സമയമെടുത്തു. ഞാൻ 6 അറ്റംപ്റ്റ് എടുത്തു പാസ്സാവാൻ. അങ്ങനെ 2012 ഞാൻ ക്ലിയർ ആവുന്നത്, CA ആവുന്നത്. ഇപ്പോൾ 12 വർഷം കംപ്ലീറ്റ് ആയി. സെപ്റ്റംബർ 5 ആയപ്പോൾ ഞാൻ അന്ന് ടീച്ചേഴ്സ് ഡേ ആണ്, അതാണ് എൻ്റെ എൻറോൾമെന്റ് ഡേറ്റ്, അതാണ് കറക്റ്റ് ദിവസം. അപ്പോൾ 12 വർഷമായി ഇപ്പോൾ 2024 ആയി. അതൊരു വലിയ സ്പാൻ ഓഫ് ടൈം തന്നെയാണ്. അതെ. ഞാൻ അപ്പോൾ തന്നെ ടീച്ചിങ്ങിലോട്ട് വന്നായിരുന്നു. ആ സമയത്ത് തന്നെ 2012 തന്നെ ടീച്ചിങ്ങിലോട്ട് വന്നായിരുന്നു. ഇപ്പോൾ 12 വർഷം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സാറ് പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. അതായത് CA ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു, എൻ്റെ കണക്കാട്ടെന്നറിയില്ല, എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും ഒരിക്കലെങ്കിലും ഒരു റിപ്പീറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും. ഒരു +2 വരെയൊന്നും ഫെയിലിയർ എന്നുള്ള സംഭവം ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സാവാനൊന്നും ഒരു പണിയില്ലാത്ത കാര്യം, തോൽക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ അപ്പോൾ CAക്ക് ജോയിൻ ചെയ്യുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ഈ ക്വാളിഫൈ ആവാൻ പറ്റാതെ തോൽവി എന്നൊരു സാധനം പരീക്ഷയിൽ സംഭവിക്കുന്നുണ്ടാവുക. പല കുട്ടികളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ തോൽവി വരുന്ന സമയത്തൊരു പാനിക് ആവലുണ്ട്. അപ്പം ഈ CA എടുക്കുന്ന ആളെ സംബന്ധിച്ച് ഫെയിലിയർ എന്ന് പറയുന്ന ചലഞ്ചിനെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും സാർ ആൻസർ പറയാം? ഇപ്പോൾ സാർ ആ അറ്റംപ്റ്റ് എടുത്ത ആളാണ്, സോ ഹൗ ഷുഡ് വി ഫേസ് ദാറ്റ് സെറ്റ് ബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ഈ പരാജയം ഒരു മനുഷ്യനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് ബേസിക്കലി അവൻ്റെ സ്വഭാവത്തെയൊക്കെ ബേസ് ചെയ്തിരിക്കും, അവൻ്റെ ചുറ്റുപാടുകളെ ബേസ് ചെയ്തിരിക്കും. ഈ പരാജയത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, പരാജയത്തെ നേരിടണമെന്നുണ്ടെങ്കിൽ ഒരു മനക്കെട്ടി വേണമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മുടെയൊക്കെ തന്നെ സ്റ്റുഡൻസ് +2-നൊക്കെ 97, 10ാം ക്ലാസ്സിലല്ലോ കേട്ടോ, +2-ന് 97% ഒക്കെ മേടിച്ച കുട്ടികൾ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ്റർമീഡിയറ്റും CA CMA CS എക്സിക്യൂട്ടീവ് ഒക്കെ പാസ്സാവാതെ പോകുമ്പോൾ ഇതും ഒറ്റ തവണ എഴുതി മനമെടുത്ത് നിർത്തി പോകുന്നവരുണ്ട്. അപ്പോൾ ഇത് ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിനുള്ള മനക്കെട്ടി ഉണ്ടാവണം, അല്ല അവന് ഏറ്റവും വേണ്ടത് ഒരു മോട്ടിവേഷനാണ്. അത് വീട്ടിൽ നിന്നാണ്. പ്രധാനമായും പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള കോഴ്സുകൾ പാസ്സായി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കമ്പാരിസൺ ഇല്ലാതെ പൂർണ്ണമായ ഒരു പിന്തുണ കൊടുത്താലേ ഇതുപോലുള്ള കോഴ്സുകൾ പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഒറ്റ മകനാണ്, ഞാൻ ഒരാളേ ഉള്ളൂ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും സാമ്പത്തികമായി വളരെ ലോവർ ലെവലിലുള്ള ആൾക്കാരാണ്. പക്ഷേ അവരെനിക്ക് ഒരു മകനെ ഉള്ളതുകൊണ്ട് അവർക്ക് വേറെ ബാധ്യതകളില്ല, മകളില്ല, കല്യാണം കഴിപ്പിച്ച് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവരാൽ കഴിയുന്നിടത്തോളം എന്നെ
സപ്പോർട്ട് ചെയ്തു, എന്നെ പഠിപ്പിച്ചു. പഠിക്കാൻ നീ എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും എഴുതിയോ, നീ പഠിച്ചോ എന്ന് പറഞ്ഞ് കൂടെ നിന്നു. ആ ഒരു സപ്പോർട്ടാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ അഡ്മിഷനൊക്കെ വരുമ്പോഴും ഞാൻ മാതാപിതാക്കളോട് പറയുന്നൊരു കാര്യം, കുട്ടികളോട് ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ, അപ്പം പാരൻസിനോട് പറയുന്നൊരു കാര്യം ഇത്രേ ഉള്ളൂ, അതായത് നിങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പം അത് ആ കൂടെ അവരില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പാസ്സായി വരാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മുടെ മൈൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ് സെറ്റാണ്. കോഴ്സിനെ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, അവൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കണം ഈ കോഴ്സും പഠിത്തവും. ഇപ്പം ഇവിടുന്ന് 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ഒരുത്തൻ അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് വരുന്നുള്ളൂ. ഈ 5 മണിക്ക് ഇറങ്ങി പോകുന്ന അവൻ അടുത്ത രാവിലെ 9 മണിക്ക് വരുമ്പോൾ ഇതിനിടയിൽ 16 മണിക്കൂറുണ്ട്. ഈ 16 മണിക്കൂർ അവൻ എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? നമ്മുടെ ക്ലാസ്സിൽ അവൻ 8 മണിക്കൂർ ഇരിക്കുന്നുള്ളൂ. ബാക്കി 16 മണിക്കൂർ അവൻ എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? അതിലാണ് അവൻ്റെ വിജയം പരാജയം. ഇവിടെ നമുക്ക് എത്ര പഠിപ്പിക്കാൻ പറ്റും അവനെ? ഇപ്പം ഞാൻ എത്ര ലളിതമായ ഒരു കാര്യം പറഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥിയുടെ തലയിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം കയറില്ല. ഒരു പരിമിതിയുണ്ട്. 50% മുതൽ 70% വരെ എത്ര ടോപ്പായിട്ടുള്ള കുട്ടിയുടെ തലയും കയറത്തുള്ളൂ. അപ്പോൾ അവൻ അതിനെന്ത് പ്രിഫറൻസ് കൊടുക്കുന്നു? അവൻ നേരെ വീട്ടിൽ പോയിട്ട് അവന് തോന്നണം, എനിക്ക് സി എക്കാണ്, ഞാൻ പഠിക്കുന്ന കോഴ്സിനാണ് ഇമ്പോർട്ടൻസ്. അത് കൊടുക്കാതെ എന്താണ് വേറെ ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു, റീൽസ് കാണുന്നു, അല്ലെങ്കിൽ വേറെ ചാറ്റ്, വേറെ ബന്ധങ്ങൾ, ഇതിലോട്ടാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്, നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ളവർക്കാണ് ഇത് പാസ്സായവർ. അപ്പോൾ അവൻ അതിന് മുൻഗണന കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യം, സ്ട്രെസ് എങ്ങനെ, ഈ തോൽവി എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ്. തോൽവിയെ ഫേസ് ചെയ്യണമെങ്കിൽ വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ പിന്തുണ വേണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് അത് ചെയ്യുന്നുണ്ട്. പരാജയപ്പെട്ടു പോയ കുട്ടികളെയും നമ്മൾ തിരിച്ച് വിളിക്കുന്നുണ്ട്, അവരെ നിങ്ങൾ തിരിച്ചു വരൂ. അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ക്ലാസ് വീണ്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ CMA വജ്ര ബാച്ച് പോലുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. തോറ്റവരുടെ കൂടെ നമ്മളെപ്പോഴും നിൽക്കണം എന്നുള്ളത്. അങ്ങനെ അവരൊക്കെ വിജയിച്ച് വരാൻ പറ്റും. സാർ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? അതായത് ഇത് വർക്കാവുന്നില്ല എന്നൊരു നെഗറ്റീവ് തോട്ടിലേക്ക് ഞാൻ ചോദിക്കാം. സാധാരണയാണല്ലോ ആ തോന്നലുണ്ടാവുന്നത്. അങ്ങനെ വന്നപ്പോൾ എങ്ങനെയായിരിക്കും അത് മറികടന്നിട്ടുണ്ടാവുക? അങ്ങനെ ഒരു ഫാക്ടർ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ CA ആവുന്നത് 27ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 21 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 6 വർഷം ഡിഗ്രി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് 27ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് തൊഴിലില്ലാതെ ഒരു 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വീട്ടിലൊരു മുറിയിൽ പാരൻസിൻ്റെ ചിലവിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പുറത്തിറങ്ങിയാൽ ആൾക്കാർ ചോദിക്കും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. നാട്ടുകാരുടെ, വീട്ടുകാരുടെ, കുടുംബം എല്ലാം ഫേസ് ചെയ്യണ്ടേ. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെപ്പറ്റി എനിക്ക് തന്നെ അറിയാം, എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഞാൻ ആദ്യമേ ഈ പഠിത്തം മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ടീച്ചിങ് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഒരല്പമെങ്കിലും ഇതുപോലെ പബ്ലിക്കായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. അന്ന് വരെ ഞാൻ പബ്ലിക്കായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് വേറെ യാതൊരു തരത്തിലുള്ള സ്കില്ലും ഇല്ല. സ്കില്ലില്ലെന്ന് വെച്ചാൽ വേറെ എനിക്ക് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യാനുള്ള സ്കില്ല് എനിക്കില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് ജോലി ചെയ്ത് ജീവിക്കുക. അപ്പോൾ എനിക്ക് വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ തവണ തോൽക്കുമ്പോഴും വിഷമം ഉണ്ടാകും, മനസ്സും അടുക്കും, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ വീണ്ടും പഠിക്കുക എന്നുള്ളത് മാത്രമേ, വേറെ ഒരു ഓപ്ഷൻ ഇല്ല ശരിക്കും. അതൊരു എന്താണ് പറയണത്, ഒരു ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി വരണം എന്നുള്ളതാണ്. പിന്നെ ആ പരീക്ഷയുടെ അവസാന ആ ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പാസ്സായി വരുന്നത്. ഓക്കെ. ആൻഡ് വൺസ് ഇത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും സമയമെടുത്ത് ലാസ്റ്റ് ഇത് ക്ലിയർ ചെയ്യുമല്ലോ, ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴുള്ളൊരു ഫീൽ, അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും നമ്മൾ മരണം വരെ മറക്കില്ലല്ലോ. അല്ലെങ്കിൽ വല്ല അൽഷിമസും വരണം, എങ്കിലും മറക്കില്ലെന്ന് തോന്നുന്നു. ആ ദിവസം നമ്മൾ മറക്കില്ല എന്നുള്ളതാണ്. അത് ഒരു ജൂലൈ 19 2012 ജൂലൈ 19 എൻ്റെ റിസൾട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ അധ്യാപകനായി തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. ജൂലൈയിൽ ഞാൻ മെയിൽ CA പരീക്ഷ ഫൈനൽ എഴുതിയിട്ട് ഞാൻ അധ്യാപകനായിട്ട് കയറിയായിരുന്നു. അപ്പം അന്നത്തെ ദിവസം ഞാൻ ക്ലാസ് എടുത്തില്ല. അന്ന് ഞാൻ ലീവ് പറഞ്ഞു, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, ഗിരീഷ്. പുള്ളി ഞാനും 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നതാണ്. CA ഒരുമിച്ച് പഠിച്ചു. പക്ഷേ പുള്ളി എന്നെക്കാളും നേരത്തെ CA ആയി. അപ്പോൾ ഞാൻ പാസ്സായി വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ് പുള്ളിയാണ് എന്നെ റിസൾട്ട് വിളിച്ച് പറയുന്നത്. ആ ദിവസം ഞാൻ പാസ്സായി, എടാ പാസ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ
സന്തോഷം, സ്വാഭാവികമായ സന്തോഷം. ആ സമയത്ത് അമ്മ എൻ്റെ അടുത്താണ്. ഇപ്പം അമ്മ ഇല്ല, അമ്മ മരിച്ചുപോയി. അപ്പോൾ അന്നത്തെ ദിവസം അമ്മ അത് കേട്ടപ്പോൾ തന്നെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരിക്കലും മറക്കില്ല. ഞാൻ ക്ലാസ്സിൽ വിളിച്ച് പറയുന്നു, കുട്ടികൾ വലിയ കൈയടി, നമ്മുടെ സ്റ്റുഡൻസ് അവിടെ ഇരിക്കുകയാണല്ലോ, അവിടെ ഫോണിൽ കൂടെ എനിക്ക് കേൾക്കാം. അപ്പോൾ അന്നത്തെ ദിവസം ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന, ഞാൻ പാസ്സായിരിക്കും 27 വയസ്സാകുമ്പോൾ അതേപോലെ സ്ട്രെസ് എൻ്റെ മാതാപിതാക്കൾക്കുണ്ടല്ലോ. അവരും ഒരു ഉത്തരം മുട്ടിയിരിക്കുകയാണല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസമാണ് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ദിവസത്തിന് ശേഷം വീട്ടിൽ സന്തോഷമുള്ളൊരു ദിവസമാണ്. വീട്ടിൽ സന്തോഷമില്ല, ഇത്രയും നാളായിട്ട് വീട്ടിലൊരു സന്തോഷമില്ല. കാരണം നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അവിടെ എപ്പോഴും ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഒന്നും എത്തുന്നില്ല, ഒരിടത്തും എത്തുന്നില്ല. അന്നത്തെ ദിവസം വീട്ടിൽ വളരെ സന്തോഷമായിരുന്നു. അവർ അഭിമാനത്തോടു കൂടി നാട്ടുകാരോടൊക്കെ സംസാരിക്കുകയല്ലേ. അച്ഛൻ്റെ സുഹൃത്തുക്കൾക്ക് ലഡുവൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ക്വാളിഫൈന് ശേഷം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സംബന്ധിച്ച് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ്, പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ സാർ ഓൾറെഡി അധ്യാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ അതിനുശേഷം എങ്ങനെയായിരുന്നു കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു? വാട്ട് വാസ് യുവർ പ്ലാൻ? ഇപ്പോൾ സാർ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു 12 വർഷത്തിനടക്കം സംഭവിച്ചിട്ടില്ല ആസ് എ CA, അതൊന്ന് നെറ്റ്ഷലായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഒരു അന്തർമുഖനായിട്ട് ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് എനിക്കൊരിക്കലും ഒരു എക്സ്പ്രസ് ചെയ്തൊരു ജോലി മേടിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ ഈ തിരുവനന്തപുരത്ത് എൻ്റെ വീടിനടുത്ത് നിന്നൊരു 5-6 കിലോമീറ്ററിനകത്തൊക്കെ യാത്ര ചെയ്ത് ഒരു 10-40,000 രൂപ ശമ്പളം മേടിക്കുന്നൊരു ജോലി എനിക്ക് അന്ന് ഞാൻ വിചാരിക്കുക, അത് കിട്ടിയെങ്കിൽ ഞാൻ സെറ്റിലായി. ഹാപ്പി. എനിക്ക് അന്ന് അത്രയും കിട്ടിയാൽ എനിക്ക് എല്ലാ സേവിങ്സ് ആണ്, ഞാൻ നല്ല രീതിയിൽ കുടുംബം പോകും, പിന്നെ വേണമെങ്കിൽ ഒരു കല്യാണം കഴിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ടീച്ചിങ്ങും അറിയാതെ വന്ന് പെട്ടുപോയതാണ് പല കാര്യങ്ങൾ ഇതുപോലെ. അപ്പോൾ അങ്ങനെ ടീച്ചിങ്ങിൽ ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു. സത്യം പറയുമ്പോൾ ഞാൻ 12 വർഷം കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. എനിക്ക് വലിയ നെഗറ്റീവ് ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു അഭിപ്രായമോ പലയിടത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു മേളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും ടീച്ചിങ്ങിൽ എനിക്ക് താഴോട്ട് ഇതിൻ്റെ ഈ 12 വർഷത്തെ കരിയറിൽ എനിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വേറൊരു ജോലിയെ പറ്റി അന്വേഷിച്ചില്ല. അപ്പോൾ എനിക്ക് ടീച്ചിങ് എന്താണെന്ന് വെച്ചാൽ CA കൂടി ആയപ്പോഴത്തേക്കും നമുക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ കുട്ടികൾ നമ്മളെ സ്വീകരിക്കുന്ന രീതിയെല്ലാം വലിയ മാറ്റമാണ്. അപ്പോൾ അതങ്ങ് താല്പര്യത്തോടെ നിൽക്കുമ്പോൾ അന്ന് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ 6ാമത്തെ അറ്റംപ്റ്റിൽ പാസ്സായ ആളാണ്. അപ്പോൾ എനിക്ക് തന്നെ ധാരണയുണ്ട് ഏത് കമ്പനി ഈ 6ാമത്തെ അറ്റംപ്റ്റ് പാസ്സായവനെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. വേറെ ഒരിടത്തും ഞാൻ ജോലിക്ക് അന്വേഷിച്ചിട്ടില്ല, ഞാൻ ഒരിടത്തും ജോലിക്ക് പോയിട്ടില്ല. അന്ന് മുതലേ ഞാൻ ടീച്ചിങ്ങിൽ ഇറങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ താമസിക്കാതെ സ്വന്തമായിട്ടൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പഠിപ്പിക്കുന്ന ടാക്സ് ആയതുകൊണ്ട് ടാക്സ് കൺസൾട്ടിങ്, അഡ്വൈസ്, ഓഡിറ്റ് ഇതൊക്കെ എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. അങ്ങനെ ഞാനൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോഴും ചില പാരൻസ് എത്രയൊക്കെ കുട്ടികൾ പറഞ്ഞാലും നമ്മളടുത്തൊന്ന് ചോദിക്കും, സാറേ ശരിക്കും ജോലി കിട്ടുമോ? ഞാൻ വിചാരിക്കും ഇത് ഈ കോഴ്സിനെ കുറിച്ച് ചോദിക്കരുതാത്ത ചോദ്യമാണ്. വേറെ പല കോഴ്സിനും ചോദിക്കാം, ഇതിൽ ജോലി കിട്ടുന്ന മാത്രമേ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള സാധനം. അപ്പം പ്രാക്ടീസിങ് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഡോക്ടർ ആയാൽ പ്രാക്ടീസ് ചെയ്യാം, വക്കീലായാൽ പ്രാക്ടീസ് ചെയ്യാം എന്നല്ലാതെ കൊമേഴ്സ് മേഖലയിൽ ഇങ്ങനെ കോഴ്സുകൾ ഉണ്ടെന്നും ഇതിനൊരു പ്രാക്ടീസ് ഓപ്ഷൻ ഉണ്ടെന്നും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ സാറേ, ഈ നമ്മുടെ സാർ 12 കൊല്ലമായിട്ട് ഇത്രയും കുട്ടികളെ കണ്ടു. ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര കൂടി വരുന്ന കാലഘട്ടമാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു കുട്ടികളെ സംബന്ധിച്ച് അവർക്കുള്ള ഡിസ്ട്രാക്ഷൻസ്, പുതിയ ട്രെൻഡുകൾ അവരെ സഹായിക്കുകയും ചെയ്യും, അതേസമയം തന്നെ ഇത് പാരയാവുകയും ചെയ്യുമല്ലോ. അപ്പം ആ 2 കാര്യങ്ങൾ പറയുമോ? ഇന്നത്തെ കാലത്തൊരു കുട്ടി CA പഠിക്കുമ്പോൾ ടെക്നോളജിയുടെ ഗ്രോത്ത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രിപ്പറേഷനെ, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും? ഉപദേശം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് ഡെഫിനറ്റ്ലി ആവശ്യമുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഡിസ്ട്രാക്ഷനേ ഉള്ളൂ. നമുക്ക് അന്ന് പഠിച്ച കാലഘട്ടവും, ഞാൻ 2006 മുതൽ 12 വരെ പഠിച്ച കാലഘട്ടവും, ഞാൻ 2006 ഞാൻ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണും ഇല്ല. ഞാൻ മൊബൈൽ ഫോൺ എടുക്കുന്ന നോക്കിയുടെ ചെറിയ ഫോണുണ്ടല്ലോ, അതെടുക്കുന്നത് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് CA ആയിട്ട് ഞാൻ പറഞ്ഞ മറ്റേ അദ്ദേഹത്തിന്റെ അവിടെ തന്നെ ഞാൻ പോയി വീണ്ടും ചേർന്നായിരുന്നു. അവിടെ തന്നെ വീണ്ടും പോയി പെട്ടു. അതൊന്ന് പറയൂ. അത് പറഞ്ഞതിലേക്ക് വരാം. എനിക്കൊരു വലിയൊരു ഭാഗ്യമുണ്ട്, എനിക്ക് നല്ല അധ്യാപകരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ അധ്യാപന ജീവിതം 12 വർഷമായിട്ട് വലിയ നെഗറ്റീവ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ സാറുമാരോട് ഭയങ്കര ബഹുമാനമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് വേണുഗോപാൽ സാർ എന്നാണ്. സാറിന് എനിക്കിപ്പോഴും പേടിയാണ്. എനിക്കിപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോഴും എനിക്ക് ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ പേടിയുണ്ടെങ്കിൽ ഇദ്ദേഹത്തെയാണ്. എനിക്ക് ആ ഒരു ബഹുമാനവും, എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ വലിയ ഇഷ്ടമാണ് ഇപ്പോൾ. പണ്ടത്തെ പോലെ, പണ്ടാണെങ്കിൽ നീ ഒരു കൊച്ചു പയ്യൻ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ
CA ആയി ഇതൊക്കെ ആകുമ്പോഴത്തേക്കും സാറിന് വളരെ അഭിമാനമാണ് എന്നെ പറ്റി. പക്ഷെ എനിക്കിപ്പോഴും പേടിയാണ് പുള്ളിയെ. അപ്പോൾ വേണുഗോപാൽ സാറാണ്, പിന്നെ എനിക്കൊരു അനൂപ് കുമാർ സാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറേ അധ്യാപകർ എനിക്കുണ്ട്. ഇവരൊക്കെയാണ് എന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി നിലനിർത്തിയിരിക്കുന്ന വ്യക്തികൾ. ഞാൻ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ CA ജോയിൻ ചെയ്തായിരുന്നല്ലോ. CA ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിർത്തി. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നെ കുറേ ഫയർ ചെയ്തു. എന്നെന്ന് വെച്ചാൽ അങ്ങ് തളർത്തി. ഞാൻ അവസാനം കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾ പഠിക്കാനല്ല ഞാനിവിടെ സ്ഥാപനം നടത്തുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പുള്ളി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കും ചെയ്യണം, പഠിക്കുകയും വേണം. പക്ഷേ എന്നെ കൊണ്ടത് പറ്റില്ല. അപ്പോൾ നമുക്കത് ഒന്നുകിൽ പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ ആർട്ടിക്കിളായിട്ട് വേണമെങ്കിൽ ജോലി ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ വർക്കും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ തെറി പറഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഇറങ്ങിപ്പോയത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്നെ ഞാൻ പാസ്സായെന്ന് അറിഞ്ഞപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, പറഞ്ഞില്ലേ അവിടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു വരാം സാർ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ എൻ്റെ കൂട്ടുകാരന്മാരോട് ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകില്ല, ഞാനിനി പോത്തേ ഇല്ല, എനിക്ക് അത്രത്തോളം അനുഭവിച്ച ആളാണ് ഞാനെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ വരാം സാർ. അങ്ങനെ ഞാൻ അവിടെ മഞ്ഞുരുക്കി. അല്ല, അപ്പം അതിന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നോ പറയാൻ ആരോടും ഈ പറയാനുള്ള ഒരു കഴിവ് ആദ്യമേ ഇല്ല. അപ്പം അതുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് പെട്ടെന്ന് പോയി ജോയിൻ ചെയ്തു. അവിടെയായിരുന്നു ആർട്ടിക്കിൾഷിപ്പ്? അവിടെയായിരുന്നു. സൂര്യ ആൻഡ് കോ എന്ന് പറയും, വലിയ ഫേമസ് ഫേമാണ്. ആദ്യം എൻ്റെ സാറ് പിന്നീട് സൂര്യ ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ 6 സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, പിന്നെ തമിഴ്നാട് ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അവിടുത്തെ പാർട്ണറായപ്പോൾ ഞാനും അവിടെ പോയി ആയി. ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ 3 വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. പുതിയ കാലത്തെ കുട്ടികളുടെ ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിസ്ട്രാക്ഷൻസ്, അപ്പം അവർക്ക് എന്തൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർക്ക് പണി കിട്ടാൻ സാധ്യതയുള്ളത് ഇന്നത്തെ കാലത്ത് CA പഠിക്കുന്ന ഒരാൾക്ക്? അതെ, ഇന്ന് ഈ ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് എല്ലാം ഇപ്പോൾ ഈ ക്ലാസ്സിന് ഇപ്പോൾ നമ്മുടെ AAA ഉൾപ്പെടെ നമുക്ക് ഓൺലൈനായിട്ട് റെക്കോർഡഡ് ക്ലാസ്സോ അല്ലാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈബ്രിഡ് ക്ലാസ്സാണ്. അപ്പോൾ ആ ടെക്നോളജിയുടെ ഒരു കാര്യം ഉറപ്പായിട്ടും ടെക്നോളജിയുടെ ഒരു ഉയർച്ച ഉറപ്പായിട്ടും ഒരു കുട്ടിക്ക് പഠിക്കാൻ അത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാൾക്ക് വളരെ റിസോഴ്സസ് ഒക്കെ ഒരുപാട് കയ്യിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പം കുട്ടികൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെറ്റീരിയൽസ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതേസമയം തന്നെ ഡിസ്ട്രാക്ഷനും വളരെ കൂടുതലാണ്. ഇന്നും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണത്. അതിപ്പോൾ ഏത് അധ്യാപകനോട് ചോദിച്ചാലും നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളിവിടെ ഫുൾ എൻ്റർടൈൻമെൻറ്റിലാണ് നമ്മൾ പഠിപ്പിച്ച് പോകുന്നത്. ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല, വളരെ കുറവായിരിക്കും. അതെ, ഞാൻ 2012 പഠിപ്പിച്ചു തുടങ്ങി ഒരു 18 വരെയൊക്കെ വന്ന ഒരു ജനറേഷൻ അല്ല ഇപ്പം ഇങ്ങോട്ട്. ഒരു 19 നമ്മുടെ കോവിഡ് സമയത്തിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ തീരെ ഇവർക്ക് പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിലോട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് ഈ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്, ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിസൾട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിസൾട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ സമ്മതിക്കണം, കുട്ടികളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം സമ്മതിക്കണം. ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടായിട്ടും ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ബുദ്ധി അവർക്കുണ്ടാവും, ഉറപ്പാണ്. ഇപ്പം എൻ്റെ മകൻ അവൻ സംസാരിക്കുന്ന രീതി അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എന്താണ് ഈ പറയണത് എന്നുള്ള രീതിയാണ് നമുക്ക്. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവിക ബുദ്ധിയുടെ ഒരു കാര്യമുണ്ട്. അവർക്ക് ആ കാര്യത്തിൽ ബെറ്റർ ജനറേഷൻ ആയിരിക്കും. ഈ ജനറേഷൻ ഓരോ ജനറേഷൻ കഴിയുന്നവരും അവർക്ക് അത് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായി അവർക്ക് ആ സംഭവം ഉണ്ട്. അത് എങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്. കാരണം CA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞ ടെക്നോളജി സംഭവമായിട്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മെറ്റീരിയൽ ആയിക്കോട്ടെ, ഓൺലൈൻ ക്ലാസ്സസ് ആയിക്കോട്ടെ, എല്ലാം CA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടിക്ക് ഇത് വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരു കടലാണ്. ഇതിൻ്റെ കാര്യങ്ങൾ, കണ്ടന്റിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിലവർക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വന്ന് പഠിക്കേണ്ടി വരുന്നത്. എങ്കിലും അത് അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴൊരു സാറിനെ നേരിട്ട് കണ്ട് പറഞ്ഞാൽ അവന് മലയാളത്തിൽ പറഞ്ഞു, അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കില്ലേ ക്ലാസ്, അത് അവർക്ക് മനസ്സിലാവില്ല. മലയാളം പറഞ്ഞിട്ടേ മനസ്സിലാവുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. സാർ, എനിക്ക് തോന്നുന്നതേ നമ്മൾ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്
നോളേജ് കിട്ടാൻ റിസോഴ്സിനൊന്നും ഇപ്പോൾ ഒരു കുറവില്ല. ആ പക്ഷെ ഒരു മെന്ററിനെ കിട്ടുക എന്ന് പറയുന്നത് AI-ക്കൊന്നും ഈ അടുത്ത കാലത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അതായത് നോളജബിൾ ആയിട്ടുള്ള ഒരാൾ കൂടെ നിന്ന് അഡ്രസ്സ് ചെയ്യേണ്ടടുത്ത കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞു തരിക, ആ ഒരു സ്പേസ് ഒരു ഫാക്കൽറ്റിക്ക് ഫാക്കൽറ്റിക്ക് മാത്രമേ, അതായത് ശരിക്കും ഞാൻ ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ AI ഫാക്കൽറ്റി അവൈലബിൾ ആണ്, ഞാൻ പറഞ്ഞത് മനുഷ്യൻ എന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ നോളജബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ റോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പം ഇവിടെ കേരളത്തിൽ ഇപ്പം നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് CA ആവാൻ ഏറ്റവും നല്ല മെൻറ്റർ എന്ന് പറഞ്ഞാൽ അവൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. ഒരു മലയാളിയായ ഒരു ഫാക്കൽറ്റി കൂടെ അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് പോലെ വേറെ ആർക്കും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ജീവിച്ചു വന്ന അതേ സാഹചര്യത്തിലായിരിക്കും അവനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമുക്ക് അവന് പറഞ്ഞു കൊടുക്കാമല്ലോ, ഇന്ന സാഹചര്യത്തിലായിരിക്കും നീ പോകുന്നത്, അതുകൊണ്ട് നീ വിഷമിക്കണ്ട, നിനക്ക് ഇതൊരു AI-ക്ക് പറഞ്ഞു കൊടുക്കാം, ഭാവിയിൽ അതും വരുമായിരിക്കും, ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളും നമ്മൾ പഠിച്ച രീതികളും അങ്ങനെയല്ലേ അവനെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു മെൻറ്റർ അവൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒരു കുട്ടിയുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ജയിച്ചു വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. സാർ ഇപ്പം നേരത്തെ പാരൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തു, അപ്പോൾ ഒന്ന് പറയാമോ ഫാമിലിയെ കുറിച്ച്? അമ്മ, അച്ഛൻ? ഞാൻ ഒരു മകനാണ്. അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു, അമ്മ പോസ്റ്റ് ഓഫീസ് ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെ ഒരു ചെറിയ ഫാമിലി. അപ്പോൾ സാമ്പത്തികം അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, നമ്മളതൊന്നും കാര്യമാക്കിയിട്ടില്ല നമ്മൾ. പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു നല്ലൊരു ഫാമിലി. ഒരു സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഈ കിഡ്നി പ്രശ്നം വന്നു, ഇപ്പോൾ ഡയാലിസിസിലോട്ട് പോയി. അധികം താമസിക്കാതെ മരിച്ചുപോയി. 2016 മരിക്കുന്നത്, തിരുവോണ ദിവസമാണ് മരിക്കുന്നത്. അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നീട് ഞാൻ അധികം താമസിക്കാതെ അമ്മയുടെ മരണശേഷം പിന്നെ ഞാനും അച്ഛനും മാത്രമായി. പിന്നെ ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ വൈഫ് ലിൻഡ, പിന്നെ ഇപ്പോൾ ഒരു മകനുണ്ട്, ലയണൽ ലിയോ ഉണ്ട്. ലയണൽ ലിയോ? അതെ അതെ, ഞാൻ ഒരു മെസ്സി ഫാനാണ്. തോന്നി, അതാ ഞാൻ കണക്ട് ചെയ്തത്, ലയണൽ ലിയോ. അതെ അതെ. ഓക്കെ. അങ്ങനെ സാറ് അപ്പോൾ സ്പോർട്സിലൊക്കെ അത്യാവശ്യം? എനിക്കറിയാം, ഞാൻ ഇവർക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. അതെ, അത് ഞാൻ പണ്ട് മുതലേ നമുക്ക് സ്പോർട്സിനോട് നമുക്ക് താല്പര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അധ്യാപകരുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു അധ്യാപകനുണ്ട്, ജയകുമാർ സാർ എന്ന് പറഞ്ഞ എൻ്റെ സ്കൂളിലെ PT സാറാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളി ഇപ്പോഴും നമുക്കൊരു റോൾ മോഡലാണ്. ഇപ്പോഴും പുള്ളി നല്ല ഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് മുതലേ ഞാൻ ക്രിക്കറ്റ്, ഫുട്ബോൾ ഈ 2 ഗെയിമിൽ എനിക്ക് താല്പര്യമുണ്ട്. സ്കൂളിൽ ഇത് 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ CA-ലോട്ടൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മുടെ സ്പോർട്സ് എല്ലാം പോയി. പിന്നെ വല്ലപ്പോഴും കളിക്കുന്നതാണ്. ഇതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം AAA വന്നപ്പോഴാണ് പിന്നെ നമ്മൾ ബാഡ്മിൻ്റനും ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. വേറെ സ്പോർട്സ് ആക്ടിവിറ്റി ഒന്നുമില്ല. മനസ്സിലാവും. ഇന്നലെ നടന്ന വെബിനാറിൽ വരെ ചോദിച്ചൊരു കാര്യമാണ്, CA ആയിക്കഴിഞ്ഞാൽ ഫുൾ ടൈം സ്ട്രെസ് ആയിരിക്കുമോ? ഇങ്ങനൊരു ചോദ്യമുണ്ട്. അതായത് ഇത് ഫുൾ കണക്ക് കാര്യങ്ങൾ. അപ്പം അതെങ്ങനെയാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ട് സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എന്താ സാറിന് തോന്നിയിട്ടുള്ളത്? അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പ്രാക്ടീസിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പണികൾ നമുക്ക് കിട്ടും. നമുക്ക് നല്ല പണികൾ കിട്ടും. നമ്മൾ ചെറിയ അശ്രദ്ധക്കുറവ് പോലും നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഓഫീസ്, ഇപ്പോൾ സ്വന്തം ബിൽഡിംഗ് ആയി. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ സ്വന്തം ബിൽഡിങ്ങിലോട്ട് നമ്മൾ മാറി ഓഫീസ്. എൻ്റെ വൈഫ് തന്നെയാണ് ഫുൾ ടൈം ആ ഓഫീസ് നോക്കുന്നത്. പുള്ളിക്കാരിയും ചാർട്ടേഡ് അക്കൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ 3 വർഷമായി ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ട്. പുള്ളിക്കാരിയുടെയൊക്കെ ജീവിതമൊക്കെ വലിയൊരു ആൾക്കാർക്ക് ഒരു മോട്ടിവേഷനാണ്. കുഞ്ഞൊക്കെ ആയി ഒറ്റയ്ക്ക് വീട്ടു ജോലിയൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരി ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂ സെറ്റ് ആക്കാം, അറിയാൻ വൈകിപ്പോയി അതാണ്. ഓക്കെ. അങ്ങനെ പുള്ളിക്കാരി 3 വർഷമായി CA ആയിട്ട്. പുള്ളിക്കാരിയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ ഓഫീസൊക്കെ പൂർണ്ണമായിട്ട് നോക്കുന്നത്. പുള്ളിക്കാരുടെ ഉത്തരവാദിത്തത്തിലാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അവർക്കൊക്കെ പറ്റുന്ന ചെറിയ പ്രശ്നങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ വണ്ടികളൊക്കെ വഴിയിൽ വെച്ച് GST ഡിപ്പാർട്ട്മെന്റ് പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിൽക്കുമ്പോഴായിരിക്കും കോള് വരുന്നത്. എനിക്ക് എന്താണ് പറയുക, നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ കീഴും കിഴക്കും അറിയില്ല എന്ന് പറയാം. എന്താണ് സംഭവിക്കുക നമുക്ക് ഒരു ധാരണയില്ല. പക്ഷെ സാർ ഇങ്ങനെ വണ്ടി പിടിച്ച് എന്തെങ്കിലും ചെയ്യണം. വണ്ടി പിടിച്ച് മധുരയിൽ വെച്ചായിരിക്കും വണ്ടി പിടിച്ചത്. ഞാനിവിടെ നിന്നുണ്ട് എന്ത് പറയാം, ഞാൻ തമിഴിലാണ് അവിടുത്തെ ഓഫീസറോട് സംസാരിക്കുക. അങ്ങനെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സായിട്ടുള്ള, നമുക്ക് വെച്ചാൽ ചില്ലറ ഫൈനൊന്നുമല്ല, 4 ലക്ഷം 5 ലക്ഷം രൂപ, അപ്പോൾ പെനാൽറ്റി അടിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും. അങ്ങനെ നമുക്ക് പിന്നെ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
അപ്പോൾ ഇത് കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറി ഞാൻ ഇവിടെ എറണാകുളത്തും കോഴിക്കോടായിട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കും ഇവളുടെ വായിരിക്കണത് കേൾക്കണം ഞാൻ. പ്രഷർ അത് അവൾക്ക് ഒരു പ്രഷർ താങ്ങുന്നതിന് ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ CA എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ ആൾ വേണം. മനസ്സിലായി. ഞാൻ ഈ എറണാകുളത്തും കോഴിക്കോടൊക്കെ ഇപ്പോൾ ധൈര്യമായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഇവളവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവളവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് മാറി നിൽക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ CA ആയിട്ടുള്ള ഭാര്യനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ്. ഞാനത് കുട്ടികളോട് നമ്മൾ ഇടയ്ക്ക് കാഷ്വലായിട്ടൊക്കെ സംസാരിക്കാൻ പറയും, നിങ്ങൾ ഇപ്പോൾ പ്രേമമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്തോ, ധൈര്യമായിട്ട് നിങ്ങൾ തേച്ചോ, നിങ്ങൾ CA-കാരിയെ തന്നെ കല്യാണം കഴിക്കണം. കാരണം അതൊരു എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഭാവിയും കൂടെ മുന്നിട്ട് കാണണം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒരു CA-കാര് ഇപ്പം ചിലർ പറയും ഇത് ഈഗോ പ്രശ്നമാണ്. അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. എനിക്ക് അങ്ങനത്തെ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. പുള്ളിക്കാരിയും ഞാനും കൂടെ നല്ലൊരു വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുപേരും കൂടി ആ വർക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ CA-കാരുടെ ലൈഫ് നല്ല ചലഞ്ചിങ് ആണ്. പ്രാക്ടീസിങ്. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ആളുകൾ പ്രാക്ടീസിങ് എടുക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ലൈക്ക് എനിക്ക് എപ്പോഴും നമ്മൾ പറയേണ്ടത് ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ കഷ്ടപ്പെടാതെ പണിയെടുക്കാമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടതാണെങ്കിലും കഷ്ടപ്പെടേണ്ടി വരും, പക്ഷേ ഇഷ്ടപ്പെട്ടതിനൊരു ഗുണം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ. അതായത് അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇപ്പോഴും ഒരു പ്രാക്ടീസ് ചാർട്ടേഡ് അക്കൗണ്ട് അവൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ടും. അതെന്തായിരിക്കും ആ ഡ്രൈവിംഗ് ഫാക്ടർ? അതൊരു കാര്യം ഞാൻ പറയാം. ഇത് ഈ +2 വരെ വന്ന് കഴിയുന്ന കുട്ടിക്ക് CA പറ്റിയൊന്നും ഞാൻ പറയട്ടെ 90% എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം 90% പിള്ളേർക്ക് CA എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഇത് അറിയുന്നത് ആർക്കാണ്? അവരുടെ വീട്ടുകാർക്കും മറ്റുള്ളവർക്കുമാണ്. അവർ കാണുമ്പോഴത്തേക്കും CA-കാരെ നല്ല രീതിയിൽ ജീവിക്കുന്നു. പുറമേ കാണുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം അവൻ്റെ ബാധ്യതകളെ പറ്റി ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവർ പുറമേ നോക്കുമ്പോൾ ഒരു കാര്യം പറയാം, നല്ല റെമ്യൂണറേറ്റീവാണ്, നമുക്ക് കാശ് കിട്ടും. കാശ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മളെ കൂടി ബിസിനസ് ചെയ്യാനും കൂടെ അറിയണം, അതൊരു കാര്യമാണ്. ഇപ്പോൾ CA പ്രാക്ടീസ് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് അധികം വരുമാനം ഇല്ലാതെ പോകുന്നവരുണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അത് സ്വയം ബിസിനസ് പ്രൊമോട്ട് ചെയ്തൊക്കെ ചെയ്യുന്ന കാര്യമാണ്, അവരുടെ ബിസിനസ് പോലെ ഇരിക്കും. അപ്പോൾ ആൾക്കാർ ഇതിലേക്ക് വരുന്നത് പലപ്പോഴും വീട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്, നിനക്ക് CA ആയിക്കൂടെ. അപ്പോൾ അവർ കാണുമല്ലേ, മെച്ചുവർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പറയുമല്ലോ CA ആവാമല്ലോ. അങ്ങനെയാണ് ഈ കുട്ടികൾ ഇതിലേക്ക് വന്ന് ചേരുന്നത്. പിന്നെ ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒന്നുകിൽ ജോലിക്ക് പോകാം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇൻസിഡൻറ്റ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അത് കോർപ്പറേറ്റ് വേൾഡ് നടക്കുന്ന ഒരു പ്രഷറിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടതും കൂടിയാണ്. പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്താലും ഇതേ പ്രഷർ നമുക്ക്. പിന്നെ ഞാൻ പറയാമല്ലോ, ഇതൊക്കെ എല്ലാ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. എല്ലാ ദിവസവും വണ്ടി പിടിക്കുക, എല്ലാ ദിവസവും 4 ലക്ഷം രൂപ പെനാൽറ്റി, അങ്ങനെയല്ലേ. ഇതൊക്കെ വല്ലപ്പോഴൊക്കെ നമുക്കുണ്ടാകും. പിന്നെ നമുക്കൊരു പേടിയുണ്ടാകും. നമ്മൾ മിക്കവാറും നമ്മൾ കൂടെ നിൽക്കുന്നവരൊക്കെ എന്തെങ്കിലും അബദ്ധം പറ്റിയാലും, കുട്ടികളൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ ആർട്ടിക്കിൾ സെക്രട്ടറിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു അബദ്ധം പറ്റിയാലും അതിൻ്റെ പ്രശ്നം കറങ്ങി തിരിഞ്ഞ് ആരിലേക്കാണ് വരുന്നത്? നമ്മളിലേക്കാണ് വരുന്നത്. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പ്രഷർ എപ്പോഴും ഉണ്ട്, ഒരു കത്തി മേളിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, ഞാൻ കുറച്ചുകൂടി റിലേറ്റബിൾ ആണ്. ഇപ്പം ഡോക്ടർമാരാണ് പൊതുവെ സമൂഹത്തിൽ ഇപ്പോൾ കുറേ മാറി വരുന്നുണ്ട്. ഒരിടത്ത് അതായിരുന്നു ഏറ്റവും നല്ല ജോബ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ആവുക എന്ന് പറയും. ഇവരനുഭവിക്കുന്ന പ്രശ്നം നമ്മൾ കാണുന്നില്ല, ഇവർക്ക് കിട്ടുന്ന റെസ്പെക്ട് കാണുന്നുണ്ട്, സാലറി കിട്ടുന്ന അവരുടെ വീടും കാറും കാണുന്നുണ്ട്. സെയിം അപ്ലിക്കബിൾ ഹിയർ എന്നുള്ള പോലെയാണ്. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു നമ്മൾ പറയാറുണ്ട്, ഇവരെടുക്കുന്ന ഈ പെയിന്റെ പകരമായിരിക്കും അപ്പുറത്തെ റിവാർഡായിട്ട് റെമ്യൂണറേഷനും ഈ പറയുന്ന റെസ്പെക്റ്റും കിട്ടുന്നത് എന്നുള്ളതാണ്. ഇതില്ലെങ്കിൽ അതില്ലല്ലോ. ഓക്കെ, മനസ്സിലായി സാർ. ഈ സാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഡൗൺ ആയി പോകുന്ന സമയത്ത് മോട്ടിവേറ്റഡ് ആവാൻ എന്തെങ്കിലും ഇപ്പോൾ സെൽഫ് മോട്ടിവേഷൻ ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുണ്ടാവും കൂടെ. ചിലപ്പോൾ സാറിനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു ആരെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി? എൻ്റെ കൂടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റപ്പെട്ട ഒരു മുറിക്കകത്ത് ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു. പിന്നെ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, പോൾ എന്ന് പറഞ്ഞിട്ട്. പുള്ളി നമ്മൾ ഒരുമിച്ച് പഠിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ രോഹിത്ത്, പോള്, സിബി, റെയ്മണ്ട്, അങ്ങനെ കുറേ എനിക്ക് വളരെ അടുത്ത കുറച്ച് ഫ്രണ്ട്സുണ്ട്. പിന്നെ ഗിരീഷ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പോൾ അന്ന് ഇപ്പോൾ എയിംസ്, പുള്ളി നേഴ്സിംഗാണ് പഠിച്ചത്, എയിംസിൽ നേഴ്സായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പുള്ളി ഡൽഹിയിൽ നിന്ന് ഇടയ്ക്ക് നാട്ടിൽ വരും. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് പുറത്ത് പോകുന്നു, എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പോയി കഴിയുമ്പോഴും ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണല്ലേ. പഠിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്, തോറ്റ് നിൽക്കുന്ന ഒരു പീരീഡ്. അപ്പോൾ ഞാൻ നടക്കും. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞാനിങ്ങനെ ഡെയിലി ഒരു 5-6 കിലോമീറ്റർ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ 1.5 വർഷം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് ശരിക്കും.
ഡെയിലി ഇങ്ങനെ നടക്കുക. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ സത്യമായിട്ട് പറയുന്നത് 10 കിലോമീറ്ററൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്. ആ വിഷമം കൊണ്ടാണ്. അപ്പോൾ ആ നടന്നിട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടു. ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പം മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രശ്നം നമുക്ക് 10 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടുണ്ട് ശരിക്കും. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ 10 കിലോമീറ്റർ പോയ ദൂരം വരെയൊക്കെ അന്ന് നടക്കും. നമുക്ക് പറ്റും. ഇത് ഞാൻ പറയുന്നത് 2011-ലൊക്കെയാണ്. ആ തോറ്റ് നിൽക്കുന്ന സമയത്താണ്. അപ്പോഴൊക്കെ ഞാൻ നടക്കുമായിരുന്നു. മനസ്സിലായി സാർ. ഇനിയൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ CA പെർസ്യൂ ചെയ്യുന്ന ആൾക്കാർ, ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഡയറക്റ്റ് എൻട്രി വഴി. +2 ശേഷം തന്നെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഐയിലും 10th കഴിഞ്ഞിട്ട് ഫൗണ്ടേഷനുള്ള പ്രിപ്പറേഷൻ നമ്മൾ +1 കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് സാറ് പറയാം? എങ്ങനെയാണ്? അതായത് CA എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ CA എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് തുല്യമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി വേറൊരു ഡിഗ്രിയിലേക്ക് പോകേണ്ട ആവശ്യം ശരിക്കും ഇല്ല. നമുക്ക് +2 കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് നേരിട്ട് നമുക്ക് ഫൗണ്ടേഷനിലേക്ക് നമുക്ക് വരാം. അത് CA പറ്റി കുറച്ചുകൂടി മനസ്സിലാക്കാൻ നമുക്ക് 10ാം ക്ലാസ് കഴിയുമ്പോഴേ നമുക്ക് ഫൗണ്ടേഷൻ്റെ പ്രിപ്പറേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനൊരു വലിയ ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പം മുതലേ ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ വരുമല്ലോ. നമുക്ക് പാസ്സാവാൻ ഇപ്പോൾ പല കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കി വരുമ്പോൾ കുറേ സമയമെടുക്കും. ഇന്നതാണ് കാര്യം. നമുക്കൊരു കാര്യം തെറ്റിച്ച് നമ്മൾ പഠിക്കുന്നു. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പോകുന്ന വേസ്റ്റാണ്. ഡിഗ്രിക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. പിന്നെ CA ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ജീവിതം എന്ന് പറഞ്ഞാൽ CA മാത്രമല്ലല്ലോ. കുറേയൊക്കെ എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാനും ഡിഗ്രി കഴിഞ്ഞ് വന്ന ആളാണ്. അത് വേറൊരു വൈബല്ലേ, അത് വേറൊരു ജീവിതമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതിവ് വന്നല്ലോ. ഇവിടെ ഒന്നും നേരത്തെ നേടണമെന്നൊന്നും ഇല്ല. നേരത്തെ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞ് വരുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഡിഗ്രിയിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് CAയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. സാർ, ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടെക്നിക്ക് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സാർ എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക? എങ്ങനെ അപ്രോച്ച് ചെയ്യണം സബ്ജക്ട്സിനെ? CA ഒരു വലിയ കടലാണ്. CAയുടെ ചില മീംസും ചിലതൊക്കെ പുറത്ത് വരാറുണ്ട്. അതായത് ഒരു കുട്ടി അവൻ്റെ CAയുടെ കോഴ്സിനകത്ത് പഠിക്കുന്ന ബുക്കിൻ്റെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പൊക്കത്തിനേക്കാൾ കൂടുതലായിരിക്കും. അത്രയും പുസ്തകങ്ങൾ അവൻ പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ടാണ് പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പഠനത്തെക്കാൾ ഞാൻ ആദ്യമേ വീണ്ടും ആവർത്തിക്കുന്നത് ഈ കാര്യമാണ്. നമ്മൾ ഞാനൊരു വിദ്യാർത്ഥിയാണ്, CA വിദ്യാർത്ഥിയാണ്, CA ആകാൻ പോകുന്നുള്ള മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അത് നമ്മൾ ആദ്യമേ അന്വേഷിക്കണം. നല്ല ക്ലാസ്. ഈ നല്ല ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ഈ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ശരി തന്നെയാണ്, നമ്മളവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളവിടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണെങ്കിലും പലയിടത്തും നമ്മൾ നിരാശരായിട്ടുണ്ട്. കാരണം എന്താ പറയുമ്പോൾ കുട്ടികളോട് ആത്മാർത്ഥത ഇല്ലാത്ത കാര്യങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്നത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അവരെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ നമുക്ക് ഇത്ര സമയം വേണം. നമ്മൾ ആ സമയത്ത് പഠിപ്പിച്ചാൽ പോലും അത് കുട്ടിക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ എത്ര ഇത് പഠിപ്പിച്ചാലും അവന് മനസ്സിലേക്ക് കയറുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കട്ടി. ഇപ്പോൾ അവന് 1 മണിക്കൂർ ഫാക്കൽറ്റി പഠിപ്പിക്കുന്നതിന് അവൻ്റെ കോസ്റ്റ് കൂടുകയാണ്. അപ്പോൾ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സമയം വെട്ടി കുറയ്ക്കും. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ 100 മണിക്കൂർ വേണം ഒരു വിഷയം, ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാനെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയുന്നത് 60 മണിക്കൂറേ കൊടുക്കുകയുള്ളൂ. അതായത് 60% ടൈം കൊണ്ട് ഇത് തീർക്കാൻ പറയും. ഈ പല ഫാക്കൽറ്റീസ് അതിൽ പ്രഷറൈസായി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് പഠിപ്പിക്കുകയാണ്. ഇത് ഫാക്കൽറ്റിക്കൊന്നും ഇല്ല. ഫാക്കൽറ്റിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പറ്റും. ഇത് പറ്റിക്കപ്പെടുന്ന കുട്ടികളല്ലേ. ഇതിങ്ങനെ പറ്റിക്കപ്പെടുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അവരാലോചിക്കേണ്ടത് നന്നായി കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനം ഏത്, അത് കണ്ടെത്തി അവിടെ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കുക. കാര്യത്തെ പറ്റിയിട്ടുള്ള നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 6 സബ്ജക്റ്റാണുള്ളത്. ഈ 6 സബ്ജക്റ്റിനെ പറ്റി നല്ല വിവരം അവന് ഉണ്ടാവണം ഒന്നാമത്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ. ഇപ്പോൾ നമ്മൾ ക്ലാസ് എത്ര കേട്ടിട്ടും കാര്യമില്ല. ക്ലാസ്സിനേക്കാൾ ഉപരി എഴുതണം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരികയാണെന്നുള്ളത് ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ട്രിപ്പിൾ ഐയിൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് ക്ലാസ് കാര്യമാണ്. അത് ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംവിധാനം കാണുന്നത്. വർക്ക് ബുക്ക് എന്ന് പറയുന്ന പരിപാടി. അതായത് ക്വസ്റ്റ്യൻസ് ആൻസർ ഇല്ലാതെ കൊടുക്കും. അത് അവൻ ചെയ്യണം. അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുണ്ട്.
ഇപ്പം ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും സംസാരിക്കുമ്പോഴും പറയുന്നത് ഒരു വിജയം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് മാനേജ്മെൻറ്റ്, 2 വിദ്യാർത്ഥികൾ, ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികൾ, 3 ഫാക്കൽറ്റി. അപ്പോൾ ഇത് മിക്കവാറും സ്ഥലങ്ങളിൽ ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളെയും കിട്ടും, നല്ല അറിവുള്ള ഫാക്കൽറ്റീസിനെയും കിട്ടും. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് പിന്തുണയില്ല. മാനേജ്മെൻറ്റ് പിന്തുണയില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുടെ റിസൾട്ട് വരില്ല. റിസൾട്ട് കുറയും. ഇത് 3 പേരും ഒരേ മനസ്സോടുകൂടി നിൽക്കുമ്പോഴാണ് അതിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന പരിപാടി, ഒരു അക്കാഡമിക് ടീം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓൾ ഇന്ത്യ റാങ്ക് എല്ലാം ഇവിടെ വരുന്നത്. ഇങ്ങനെ റാങ്ക് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഇത്രയും റിസൾട്ട് നമ്മളിപ്പോൾ CA എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ഫാക്ടറി പോലെ ആയിപ്പോൾ. പിള്ളേരെ CA-കാരുണ്ടാക്കുന്നില്ല, CA ഇത്രയും പാസ്സാക്കി വിടുന്നില്ലേ? ഇതെവിടെയുണ്ട് ഇത്ര റിസൾട്ട്? എനിക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും ഇത്രയും CA കുട്ടികൾ? ഇൻ്റർമീഡിയറ്റ് നല്ല കടുപ്പമുള്ള കാര്യമാണ്. ഇതിങ്ങനെ വരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത്രയും പിള്ളേർ പാസ്സാവും. അത് ഈ ഒരു കോർഡിനേഷനിലാണ് നടക്കുന്നത്. മനസ്സിലായി. നല്ല ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളാണ്. അവന് താല്പര്യം വേണം. അല്ലാതെ വന്നിരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ചടങ്ങിന് വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി വരുന്നത് പാസ്സാവില്ല. അത് ഇനിയിപ്പോൾ AAA അല്ല, ഇനി ആരെന്തൊക്കെ ചെയ്താലും പാസ്സാവില്ല. അപ്പോൾ ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളും നല്ല അറിവുള്ള ഫാക്കൽറ്റീസും ഇതിൻ്റെ ഒരു വലിയൊരു ബ്ലെൻഡാണ്. ഈ ഒരു സംഭവത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ കേരളത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് AAAയിൽ. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു റിസൾട്ട് ക്രിയേഷൻ്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്, 2 ഈ ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് അപ്പോഴേ അവൻ ആ പരീക്ഷയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ എത്ര മണിക്കൂർ പഠിക്കണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതെ, അത് എല്ലാ കുട്ടികളും ചോദിക്കുന്നൊരു കാര്യം, എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത്. ഇറ്റ് ഡിപ്പെൻസ്. അത് ഓരോ കുട്ടികളെ ഓരോരുത്തർക്ക് നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ 3 തവണ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഷാസിന് അത് 1 തവണ വായിച്ചാൽ ഇപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്തിൻ്റെ അത്ര ജയസിന് എടുക്കേണ്ടി വരില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പഠനത്തിൽ മാത്രമായിട്ട് പോകുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം സമയം പഠിക്കണം. അതായത് ഞാൻ പറയാം ഒരു 12 മണിക്കൂർ കൂടുതൽ പഠിക്കണം എന്ന് പറയും ഒരു ദിവസത്തിൽ. ഞാൻ പറഞ്ഞു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന രാത്രികളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രി മുഴുവൻ ഞാൻ പഠിക്കും. പിറ്റേ ദിവസം സൂര്യന് ഉദിച്ചിട്ടായിരിക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് രാവിലെ മുഴുവൻ പഠിക്കും. രാവിലെ ഞാൻ എന്ത് ചെയ്യും? ഉറങ്ങും. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. ഉച്ചയ്ക്ക് ആകുമ്പോൾ എണീക്കും. പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടത്തം, അത് എല്ലാ ദിവസവും ഉള്ളതാണ്. ഇങ്ങനെ നടന്നിട്ടൊക്കെ തിരിച്ചു വന്നിട്ട് പിന്നെ വീണ്ടും ഒരു സന്ധ്യ മുതൽ പിന്നെ അങ്ങ് പിറ്റേ ദിവസം രാവിലെ വരെ ഇങ്ങനെ പഠിക്കും. അപ്പോൾ ഒരു 7 മണി മുതൽ നമ്മളിങ്ങനെ പഠിച്ചാൽ പിറ്റേ ദിവസം ഒരു 6 മണി അങ്ങനെയൊക്കെ പഠിക്കും. പിന്നെ ഉച്ചയ്ക്ക് അപ്പോൾ എങ്ങനെ വരുന്നില്ല, ഞാൻ ലാസ്റ്റൊക്കെ ഫൈനലൊക്കെ ആയപ്പോഴത്തേക്കും 12-13 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കുമായിരുന്നു. അത് വേണം, അങ്ങനെ പഠിക്കേണ്ടി വരും. അത്രയും പഠിക്കാനുണ്ട്. മനസ്സിലായി. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഇൻ്റർവ്യൂ, പക്ഷേ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സില്ലിയായിട്ട് തോന്നും, പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്നലെ വെബിനാറിൽ വന്ന 2ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന്, CA-കാരനായി കഴിഞ്ഞാൽ കല്യാണം വൈകുമോ എന്ന ചോദ്യം. പിന്നെ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് അറിയാലോ, ഓരോ പ്രായം അതാണല്ലോ. അപ്പോൾ ഈ കോളേജ് ലൈഫൊക്കെ മിസ് ചെയ്തിട്ട് ഇതിനു വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിരിക്കുമോ? ഓപ്പണായിട്ട് ഞാൻ ചോദിക്കാം, പ്രണയിക്കാനൊന്നും സമയം കിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മൊത്തത്തിൽ എന്താണ് ഇതിനെ കുറിച്ചൊരു? CA-കാർ നല്ല കാമുകന്മാരും കാമുകിമാരും ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ അത്ര അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു വന്നിരുന്നുണ്ട്, അവർക്കെല്ലാം മനസ്സിലാവും കുറേയൊക്കെ ഇതിൻ്റെ ഒരു വിഷമവും ഘട്ടങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. ക്ഷമ സഹനം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊരു നല്ല കാമുകനും കാമുകിയായിരിക്കും ഒരു CA എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയത്തില്ലേ, ഞാൻ പേഴ്സണലി പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറകെ പോയാൽ അത് അനുഭവിക്കും എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരുപാട് കാണുന്നതാണല്ലോ, നമുക്ക് അനുഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകെ നമ്മൾ എന്ത് ചെയ്യണ്ട, പോകണ്ട. പഠിക്കുന്ന സമയത്ത് പരമാവധി ഇതിന് തന്നെ ഞാൻ തന്നെ പറഞ്ഞ മുൻതൂക്കം അതിന് കൊടുക്കുക. ഇതിലെല്ലാത്തിനും അർത്ഥം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രണയിക്കുക അല്ലേ, ചാർട്ടേഡ് അക്കൗണ്ടിംഗ് കോഴ്സിനെ പ്രണയിക്കുക. ആ സമയത്ത് CA കോഴ്സിന് പ്രണയിക്കുക, അതിനുശേഷം CA പ്രണയിക്കുക, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പ്രണയിക്കുക, CA അല്ലെങ്കിൽ CA ആകാൻ പോകുന്ന ആൾക്കാരെ പ്രണയിക്കുക. അപ്പോൾ നമ്മളങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതം അതിനനുസരിച്ച് ഇതൊരു സെപ്പറേറ്റ് റീലായിട്ട് ഇറക്കിയാൽ മിക്കവാറും ഓടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ സാർ എന്താ പറയാ, രസമായിരുന്നു മൊത്തത്തിൽ ഇന്റർവ്യൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അതേസമയം രസകരമായിരുന്നു കുറേ കാര്യങ്ങൾ. പ്രത്യേകിച്ച് എൻ്റെ ഒരു വലിയ എനിക്കുണ്ടായിട്ടുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അടുത്ത വെബിനാറിൽ പല ചോദ്യങ്ങളും എനിക്ക് ഇത് വെച്ച് അരവിന്ദ് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ അധികം വൈകാതെ തന്നെ സാറിൻ്റെ പുതിയ ഓഫീസ്, വൈഫ്
ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വന്നിട്ട് എങ്ങനെയായിരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസ്, കുറെ കേട്ടിട്ടുണ്ടാവില്ല, ഓഫീസ് ഇടാം, സ്വന്തമായി ഓഫീസ് ഇടാം, ഇത് എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ക്യാമറയൊക്കെ എടുത്ത് ടീമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഓക്കെ.